പരിശുദ്ധ പരമദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് നവംബർ മാസം 23-ാം തീയതി ഞായറാഴ്ച, യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വ തിരുനാൾ കൊണ്ടാടുന്ന ദിവസം. ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കാനായി പ്രാർത്ഥിക്കാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാനുള്ള കൃപ പ്രാർത്ഥിക്കാം. പുതിയ പ്രഭാതം നൽകിയ നല്ല തമ്പുരാനെ, 1000 നന്ദിയോടെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 45-ാം വചനം ധ്യാനിക്കാം. ദാവീദ് അവനെ കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അവൻ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ? കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിന് അർഹിക്കുന്ന ബഹുമാനം കൊടുത്തപ്പോൾ, ആ വാഗ്ദാന പേടകം തൻ്റെ അരികിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചപ്പോൾ, കർത്താവിന് ആലയം പണിയാൻ ആഗ്രഹിച്ചപ്പോൾ ദാവീദിൻ്റെ വംശം അനുഗ്രഹിക്കപ്പെട്ടു. അത് അറ്റുപോയില്ല. ആ രാജവംശത്തിൽ നിന്നും ക്രിസ്തു ജനിച്ചു. കർത്താവെ, അങ്ങയെ രാജാവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് എപ്പോഴും അങ്ങയെ സാന്നിധ്യത്തിൽ വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ക്രിസ്തുരാജൻ്റെ രാജ്യത്വ തിരുനാളുടെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.